Hi student, നമ്മൾ ഇന്ന് നോക്കുന്ന സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിനോമിയൽസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 15 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ 15 ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. അതിന്റെ ബിഫോർ ആയിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇതിന്റെ മുന്നേ ഞാൻ പോളിനോമിയൽസിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ദയവ് വിചാരിച്ച് ഫസ്റ്റ് കാണുക. അതിന്റെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ കാണാൻ ശ്രമിക്കുക. ഇതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ചാനൽ മീൻസ് ഇപ്പോൾ ഈ വീഡിയോ പറയുന്നത് ഇതിന്റെ താഴെ ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർ അവിടെ പോയിട്ട് എടുക്കാം. അതുപോലെ തന്നെ 15 ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 15 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ക്വസ്റ്റ്യൻ എന്താണ്. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് നമ്പർ ആഡഡ് ടു ദി പോളിനോമിയൽ 3x² - 4x - 1 gives a polynomial. അല്ലേ? വിച്ച് നമ്പർ ആഡഡ് ടു പോളിനോമിയൽ 3x² - 4x - 1 gives a polynomial with x - 1 is a factor. അപ്പോൾ x-1 ഫാക്ടർ നിലവിൽ ഇത് ഫാക്ടർ അല്ല. അപ്പൊ നമുക്ക് തന്ന p of x അല്ലെങ്കിൽ പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഗിവൺ ആയിട്ട് p of x equal to 3x² - 4x - 1 3x² - 4x - 1 ആണ് നമുക്ക് പോളിനോമിയൽ തന്നിട്ടുള്ളത്. ഈ പോളിനോമിയൽ ഫംഗ്ഷൻ x-1 ഫാക്ടർ ആണോ എന്ന് ചോദിച്ചാൽ നിലവിൽ x-1 ഫാക്ടർ അല്ല. കാരണം x-1 ഫാക്ടർ ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? എല്ലാവർക്കും അറിയാം, x ഈക്വൽ ടു എന്തായിരിക്കണം? -1 അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ x1 അല്ലെ, x-1 ഈക്വൽ ടു 0 ഫാക്ടേഴ്സ് ആണോ അല്ലേ ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യും? ആ x-1നെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? 0 ആക്കും അല്ലെ. x-1 നമ്മൾ എന്താക്കും? 0 ആക്കും. അപ്പോൾ x എത്ര കിട്ടി? 1. സ്വാഭാവികമായിട്ടും ഈ x ഈ p of x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് ഒരു കാരണവശാലും 0 ആവില്ല. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല x-1 ഫാക്ടർ ആണോ എന്നല്ല. ആ x-1 ഫാക്ടർ ആകും, അതിന് ഏത് നമ്പറാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ x1 കൊടുത്താൽ ഞാൻ പറഞ്ഞ പോലെ p of 1 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 3 × 1² - 4 × 1 - 1 അല്ലെ. 3 × 1² എന്ന് പറഞ്ഞാൽ 1 - 4 - 1. സോ 3 - 4 - 1 എത്ര വരും? 3 - 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. -1 എത്ര കിട്ടി? -2. അപ്പോൾ p of 1 നമുക്ക് എത്ര കിട്ടി? p of 1 നമുക്ക് കിട്ടിയത് -2 ആണ്. അപ്പോൾ p of 1 -2 ആയതുകൊണ്ട് -2 ആണ്. അതുകൊണ്ട് x-1 ഫാക്ടർ അല്ല. നിലവിൽ x-1 ഫാക്ടറേ അല്ല ഈ p of x-ന്റെ. എന്നാൽ ഇതിനെ ഫാക്ടർ ആക്കാൻ പറ്റും. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ആണ്. ഇതിനെ ഫാക്ടർ ആക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമുക്കറിയാം എങ്ങനെയാണ് ഇതിന്റെ കോൺസെപ്റ്റ് കിടക്കുന്നത്. ആ ഒരു ഫംഗ്ഷൻ, അതായത് 3x² - 4x - 1 ഇതിന്റെ ഫാക്ടേഴ്സിനെ നമ്മൾ ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ കിട്ടുന്നതാണെന്ത് നമ്മളെ റിസൾട്ട് എന്ന് പറയുന്നത്. അതിനെ സ്പ്ലിറ്റ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട്, അതായത് റിമൈൻഡർ 0 ആവുക എന്നുള്ളതാണ് കോൺസെപ്റ്റ് അല്ലേ. നമ്മൾ അതിന്റെ മുന്നത്തെ പ്രോബ്ലത്തിലൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ റിമൈൻഡർ 0 ആവുക എന്നുള്ളതാണ് കോൺസെപ്റ്റ്. അപ്പോൾ റിമൈൻഡർ 0 അല്ല. ഇപ്പൊ നിലവിൽ ഇതിന്റെ റിമൈൻഡർ ആണ് -2. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട് അതിന്റെ റിമൈൻഡർ കണ്ടുപിടിക്കാൻ. അപ്പോൾ റിമൈൻഡർ ആണ് എന്ത്? -2 എന്നുള്ളത്. അപ്പോൾ ഈ -2 പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ കിട്ടുന്ന റിസൾട്ട് ആണ് -2. ഇതിന്റെ റിമൈൻഡർ ആവും -2. ഇപ്പൊ x-1നെ ഫാക്ടറൈസ് ചെയ്താൽ, അപ്പോൾ ഈ -2 പോകണമെങ്കിൽ നമുക്ക് എന്ത് ആഡ് ചെയ്യണം? +2 ആഡ് ചെയ്താലാണ് നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടുക? 0 കിട്ടുക. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? റിമൈൻഡർ നിങ്ങൾ കണ്ടുപിടിക്കുക. അതായത് ആണോ അല്ലേ എന്താണ് ആഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ x-1ന്റെ റിമൈൻഡർ വെച്ച് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് x-1ന്റെ ഫാക്ടർ x = 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് അല്ലെങ്കിൽ റിമൈൻഡർ, ആ റിമൈൻഡർ എലിമിനേറ്റ് ചെയ്യാൻ എന്ത് ആഡ് ചെയ്താൽ മതി? -2 ആണെങ്കിൽ എന്ത് ചെയ്യാം? +2 ആഡ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ ഇതാണ്. എന്താണ് ഫൈനൽ ആൻസർ? 2 ആഡഡ് 2 +2 പോസിറ്റീവ് ഒന്നും എഴുതണമെന്നില്ല, നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് എഴുതിയത് മാത്രം. +2 അപ്പോൾ ഇതിന്റെ ഫൈനൽ റിസൾട്ട് എന്നാണ് +2 ആഡഡ്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ വായിക്കാൻ നിങ്ങൾക്ക്: ഇഫ് x+2 ഈസ് എ ഫാക്ടർ ഓഫ് p of x equal to x - 2 × x + 3 + k. ഓക്കെ, ഇഫ് x+2 ഈസ് എ ഫാക്ടർ ഓഫ്, നമുക്ക് p of x തന്നിട്ടുണ്ട്, അതിന്റെ x+2 ഫാക്ടർ ആണോ എന്നാണ് അല്ലേ. അതിലെ 3 സബ് ക്വസ്റ്റ്യൻ ആണുള്ളത്. അതായത് തന്ന p of x-ന് x+2 ഫാക്ടർ ആണ് അല്ലെ, ഈസ് എന്ന് പറഞ്ഞാൽ ആകുന്നു. ഇനി 3 സബ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് k? സെക്കൻഡ് ക്വസ്റ്റ്യൻ: ചെക്ക് വെദർ x-1 ഈസ് എ ഫാക്ടർ ഓഫ് p of x. തേർഡ് വൺ: വിച്ച് നമ്പർ ഈസ് ആഡഡ് ടു p of x ഗെറ്റ് പോളിനോമിയൽ വിത്ത് x-1 ആസ് എ ഫാക്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം ആയിട്ട് ഇതിന് കണക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ:
നമുക്ക് എക്സ് പ്ലസ് ടു ഈസ് എ ഫാക്ടറാണ് പി ഓഫ് എക്സിൻ്റെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്ന എക്സ് പ്ലസ് ടു, അതായത് നമുക്ക് തന്ന പി ഓഫ് എക്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്താണ് എക്സ് മൈനസ് ടു ഇൻറ്റു, നിങ്ങൾക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, അങ്ങനെ നിങ്ങൾ ചെയ്യുക, അതാണ് ബെസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ആൻസർ ഉണ്ടെന്ന് മനസ്സിലാവും. സോ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് പ്ലസ് ത്രീ പ്ലസ് കെ എന്നുള്ളതാണ്. ഇനി ഇതിൽ എക്സ് പ്ലസ് ടു ഫാക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് പ്ലസ് ടു ഫാക്ടർ ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ഈക്വൽ ടു മൈനസ് ടു. ഓക്കെ, അതായത് പി ഓഫ് മൈനസ് ടു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, സീറോ ആയിരിക്കും അല്ലെ. ഫാക്ടർ അങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുക. ഒരു പി ഓഫ് എക്സ് അതിൻ്റെ ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ എക്സ് പ്ലസ് ടു ആണെങ്കിൽ എക്സ് ഈക്വൽ ടു മൈനസ് ടു, എക്സ് പ്ലസ് ടു ഈക്വൽ ടു സീറോ, എക്സ് ഈക്വൽ ടു മൈനസ് ടു. പി ഓഫ് എക്സിന് മൈനസ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പോളിനോമിയൽ ഫംഗ്ഷൻ എന്തായിരിക്കും, സീറോ ആവും. കാരണം സീറോ ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, കാരണം എക്സ് പ്ലസ് ടു ഈസ് എ ഫാക്ടർ. സോ പി ഓഫ് എക്സ് ഷുഡ് ബി സീറോ. അതുകൊണ്ട് നമുക്കിത് എങ്ങനെ ചെയ്യാം, ഇവിടെ നമുക്ക് പി ഓഫ് മൈനസ് ടു കൊടുക്കാം. അപ്പോൾ പി ഓഫ് മൈനസ് ടു കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, മൈനസ് ടു ഇൻറ്റു മൈനസ് ടു പ്ലസ് ത്രീ പ്ലസ് കെ. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. പി ഓഫ് മൈനസ് ടു ഈക്വൽ മൈനസ് ടു മൈനസ് ഫോർ ബ്രാക്കറ്റ് മൈനസ് ടു പ്ലസ് ത്രീ 1 പ്ലസ് കെ. ഫൈനലി പി ഓഫ് മൈനസ് ടു ഈക്വൽ ടു മൈനസ് ഫോർ ഇൻറ്റു 1 മൈനസ് ഫോർ പ്ലസ് കെ. ഇനി ഈ പി ഓഫ് മൈനസ് ടു ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ റീഡ് ചെയ്ത് അറിയാം. ഇഫ് എക്സ് പ്ലസ് ടു ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്, സോ പി ഓഫ് എക്സ് ഷുഡ് ബി മീൻസ് പി ഓഫ് മൈനസ് ടു ഷുഡ് ബി എന്തായിരിക്കും, സീറോ ആയിരിക്കും. അതുകൊണ്ട് ഈക്വൽ ടു മൈനസ് ഫോർ പ്ലസ് കെ. ഇനി മൈനസ് ഫോർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം, മൈനസ് ഫോർ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ എന്താവും, സീറോ പ്ലസ് ഫോർ ഈക്വൽ ടു കെ. മീൻസ് സീറോ പ്ലസ് ഫോർ അല്ലേ, കെ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, കെ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 4 ആണ് നമ്മുടെ റിസൾട്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ പ്രോബ്ലം സോൾവ്ഡ് ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നു. എല്ലാവർക്കും കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, സെക്കൻഡ് ചെക്ക് വെദർ എക്സ് മൈനസ് വൺ ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്. അതായത് എക്സ് മൈനസ് വണ് നേരത്തെ പറഞ്ഞ പി ഓഫ് എക്സിൻ്റെ ഫാക്ടർ ആണോ എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുകയാണ് എന്താ, എക്സ് മൈനസ് വൺ. സോ എക്സ് ഈക്വൽ ടു 1 ആണ്. എക്സ് ഈക്വൽ ടു 1 പി ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടണം, എന്ത് കിട്ടണം, 0 കിട്ടണം. സോ നമുക്ക് കെ 4 കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ തന്നെ സോൾവ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ നമ്പർ ബി. ഓക്കെ, ഇതിൽ ഞാൻ ആ കെയുടെ വാല്യൂ, ഇപ്പോൾ നമുക്ക് കിട്ടിയ കെയുടെ വാല്യൂ നമുക്ക് 4 ആണ്. അത് ഞാൻ റീപ്ലേസ് ചെയ്തു, ഈ കെനെ റീപ്ലേസ് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു, ഇവിടെ 4 കൊടുത്തു. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറിലാണ് പറയുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 ഞാൻ അതിനുശേഷം പി ഓഫ് 1 കൊടുക്കാം. അപ്പോൾ ആണോ അല്ലെന്ന് പറയാൻ പറ്റും. ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും, 0 വരും. സോ 1 മൈനസ് 2 1 പ്ലസ് 3 പ്ലസ് 4 1 മൈനസ് 2 മൈനസ് 1 1 പ്ലസ് 3 4 പ്ലസ് 4 മൈനസ് 1 ഇൻറ്റു 4 മൈനസ് 4 പ്ലസ് 4 വി ഗെറ്റ് 0. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് മനസ്സിലായി, എക്സ് മൈനസ് 1 എന്താണ്, ഫാക്ടർ ആണ് എന്നുള്ളത് 0. കാരണം 0 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫാക്ടർ ആണ്, റിമൈൻഡർ ആണ് 0 കിട്ടുന്നത്. ഈ കിട്ടിയ 0 ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് നമ്പർ ഈസ് ആഡഡ് ടു പി ഓഫ് എക്സ് ഗെറ്റ് ദ പോളിനോമിയൽ വിത്ത് എക്സ് മൈനസ് 3 ആസ് എ ഫാക്ടർ. അത് നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ നമ്പർ 1 ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേഗം ചെയ്യാവുന്നതാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, എക്സ് മൈനസ് 3 ഫാക്ടർ ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യും. സോ എക്സ് മൈനസ് 3 ഫാക്ടർ ആണ്. അപ്പോൾ എക്സ് മൈനസ് 3 ഫാക്ടർ ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, എക്സ് ഈക്വൽ ടു 3 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സ് ഈക്വൽ ടു 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ നമുക്ക് ചെക്ക് ചെയ്യണം അല്ലേ. ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ കൊടുക്കാം. തേർഡ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ സി. നമ്മൾ എക്സ് മൈനസ് 3 ഇട്ടാ, എക്സ് മൈനസ് 3 മീൻസ് എക്സ് ഈക്വൽ ടു 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് മൈനസ് 3 ഫാക്ടർ ആണെന്നല്ലേ. സോ പി ഓഫ് എക്സ് പി ഓഫ് 3 കൊടുത്തു, റിമൈൻഡർ കിട്ടും. അതാണ് ആ റിമൈൻഡർ നമ്മൾ എന്ത്, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിട്ട് എടുക്കാം. 3 മൈനസ് 2 ആൻസർ കിട്ടിയ, കമന്റ് ചെയ്യുക ആൻസർ കിട്ടിയ ആളുകളൊക്കെ. 4 3 മൈനസ് 2 1 3 പ്ലസ് 3 6 പ്ലസ് 4 1 ഇൻറ്റു 6 6 പ്ലസ് 4. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. അപ്പോൾ കുറേ പേര് സാറേ പി ഓഫ് 3 0 ആയില്ലല്ലോ, പി ഓഫ് 3 എങ്ങാനും 0 ആയതിൻ്റെ ഫാക്ടർ ആവും. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഡിഫറെൻ്റ് ആണ്. എന്താണ്, വിച്ച് നമ്പർ ഈസ് ആഡഡ് ദ പോളിനോമിയൽ ബിക്കം എക്സ് മൈനസ് 3 ഈസ് എ ഫാക്ടർ. സോ നമുക്ക് ഇവിടെ എന്ത് ആഡ് ചെയ്യണം, 10 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ആഡ് ചെയ്യും, മൈനസ് 10 ഈസ് ആഡഡ്. ഇത് ഓൾറെഡി ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 3 നിങ്ങൾ റീഡ് ചെയ്യുക. വിച്ച് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആഡഡ് ടു
x cube minus 7x square gives a polynomial which x square minus 4 is a factor. Which first degree polynomial added to x cube minus 7x square which gives the polynomial x square minus 1 is a x square minus 4 is a factor. ഇവിടെ നമുക്ക് തന്ന പോളിനോമിയൽ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തന്ന പോളിനോമിയൽ p of x equal to നമ്മളെ പോളിനോമിയൽ എന്താണ്? x cube minus 7x square. x cube minus 7x square. നിങ്ങൾക്ക് ട്രൈ ചെയ്യാട്ടോ. ഇനി ഇതിൻ്റെ ഒപ്പം x square minus 4 factor ആവുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കാണിക്കാം. x square minus 4 equal to 0. x square 4 നമുക്ക് 2 square എന്നാക്കാം. എല്ലാവർക്കും അറിയാം a square minus b square അല്ലേ? a square minus b square എന്ന് പറഞ്ഞാൽ a plus b into a minus b. a plus b into a minus b. Simply a square minus b square എന്ന് പറഞ്ഞാൽ a plus b into a minus b. That's all. അപ്പോൾ x square minus 2 square നമ്മൾ x-നെ a ആയിട്ടും b-നെ 2 ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? x plus 2 into x minus 2 equal to 0. ഇതിൽ നമുക്ക് എന്ത് കിട്ടും? x plus 2 0, x equal to minus 2, again x minus 2 equal to 0, x equal to 2 അല്ലേ? ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് x plus 2 equal to 0 വരെ x minus 2 equal to 0. ആ x minus 2 2 ആണ് നമുക്ക് x-ന്റെ വാല്യൂ ആയിട്ട് കിട്ടുക. അപ്പോൾ അത് ഇതിൻ്റെ ഫാക്ടർ ആവണം. ഇപ്പം നിലവിൽ ഫാക്ടർ അല്ല, നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. ഫോർ എക്സാമ്പിൾ p of 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 cube minus 7 into 2 square. 2 cube എന്ന് പറഞ്ഞാൽ 8 minus 7 into 4 അല്ലേ? 8 minus 7 into 4 അല്ലേ? 7 14 28. 8 minus 28 minus 20 ആണ്. സോ ഒരിക്കലും ഇപ്പോൾ p of 2 ഫാക്ടർ അല്ല, p of minus 2 ഫാക്ടർ അല്ല. അതറിയാം അവർക്ക് ഓൾറെഡി ഫാക്ടർ അല്ല. പക്ഷേ ഇത് ഫാക്ടർ ആക്കണം. ഫാക്ടർ ആക്കണമെങ്കിൽ ഏത് പോളിനോമിയലാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടതെന്ന്. ഇവിടെ നമുക്കൊരു പോളിനോമിയൽ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് വിച്ച് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ജനറൽ ഫോം അറിയണം. ഫസ്റ്റ് ഡിഗ്രി ഫോമിൻ്റെ ജനറൽ ഫോം എന്താണ്? എല്ലാവർക്കും അറിയുന്നുണ്ടാവും. a into x plus b അല്ല? ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന് ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ax plus b മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഒന്നുകിൽ 2x എന്ന് എഴുതാം. അപ്പോൾ കുറേ പേർക്ക് സാറേ 2x പോളിനോമിയൽ ആവുമോ? ആണ്. കാരണം 2x plus 0 മീൻസ് b ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. a 2 ആയിരിക്കും. ഇപ്പോൾ x ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. കാരണം ഇതിൻ്റെ റിസൾട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 1 into x plus 0. 1 into x plus 0 തന്നെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്? x എന്ന് എഴുതുന്നത്. ബോത്ത് ആർ ഈക്വൽ. അപ്പോൾ കാരണം x എത്രയാണ്? ആ എക്സിൻ്റെ കോഫിഷ്യൻറ്റ് 1 ആണ്. മീൻസ് a 1 ആണ്, b 0 ആണ്. ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും പോളിനോമിയൽ ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. പോളിനോമിയൽ ഫംഗ്ഷൻ്റെ ജനറൽ ഫോം പറയുന്നത് a0 plus a1x അത് പോവും. അപ്പോൾ നിങ്ങളിപ്പോൾ അതൊന്നും പഠിക്കണമെന്നില്ല. സിംപ്ലി ഇതാണ് പോളിനോമിയൽ. ax plus b ആണ് ജനറൽ ഫോർമാറ്റ്. മാക്സിമം എഴുതാൻ പറ്റാവുന്ന ഫോർമാറ്റ് ax plus b ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ്. പ്ലസ് ax plus b. ഇനി എനിക്ക് വേണ്ടത് എന്താണ്? ഈ ax plus bയിലെ എയും ബിയും ഫൈൻഡ് ഔട്ട് ചെയ്യലാണ് ലക്ഷ്യം. ഓക്കെ, എ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ബി ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇത് രണ്ടും ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗിവൺ ഇവിടേക്ക് എന്ത് ചെയ്യാം? നമുക്ക് സെയിം ഇക്വേഷനിലോട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ എ കിട്ടും, എങ്ങനെ ബി കിട്ടും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളാണ്. നമ്മുടെ കയ്യിൽ രണ്ട് വാല്യൂസ് ആണ് എക്സിനുള്ളത്. x സ്ക്വയർ മൈനസ് 4 നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് നമുക്ക് കിട്ടിയത് x ഈക്വൽ ടു -2 x ഈക്വൽ ടു 2 ആണ്. ഈ രണ്ട് വാല്യൂസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ട് ഇക്വേഷൻ കിട്ടും. ആ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ കിട്ടും, ബി കിട്ടും. കിട്ടിയ എയും ബിയും നമ്മൾ എഗെയിൻ എന്ത് ചെയ്യും? ഇവിടെ തന്നെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ പോളിനോമിയൽ ഫംഗ്ഷൻ കംപ്ലീറ്റ് ആവും. ക്ലിയർ ആയില്ലേ ടെക്നിക്ക്? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും സ്റ്റാർട്ട് ചെയ്തോ. ആൻസർ ആദ്യം കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്യുക. എന്താണ് എ, എന്താണ് ബി എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. ആർക്കാ നോക്കാം? ആദ്യം നമുക്ക് ആർക്കാ കിട്ടാമെന്ന് നോക്കാം. ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ആർക്കാണ് അങ്ങനെ കമന്റ് ചെയ്യാൻ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തോ. x - 2 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ. ഫസ്റ്റ് എക്സ് ഞാൻ 2 ആണ് കൊടുക്കുന്നത്, ഒരു പോസിറ്റീവ് നമ്പർ ഫസ്റ്റ് ആദ്യം കൊടുത്തു. അപ്പോൾ 2 ക്യൂബ് -7 × 2 സ്ക്വയർ പ്ലസ് a × 2 പ്ലസ് b. ഓക്കെ, ഇത് ഈക്വൽ ടു എന്താണ്? ഫാക്ടറാണ്. അതുകൊണ്ട് നമുക്ക് 0 എന്ന് പറയാം. കാരണം 2 ഓൾറെഡി ഇതിൻ്റെ ഫാക്ടറാണെന്ന് അറിയാം. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ 0 കൊടുത്തത് കേട്ടോ. അപ്പോഴാണ് നമുക്കിത് കമ്പൈൻ ചെയ്യാൻ പറ്റും. 2 ക്യൂബ് 8 -7 × 4 പ്ലസ് 8 a × 2 എന്ന് പറഞ്ഞാൽ സിംപ്ലി 2a പ്ലസ് b ഈക്വൽ ടു 0. അപ്പോൾ 8 7 × 4 അല്ലേ? 14 28 പ്ലസ് 2a പ്ലസ് b ഈക്വൽ ടു 0. 8 - 28 -20 പ്ലസ് 2a പ്ലസ് b ഈക്വൽ ടു 0. -20 റൈറ്റ് ഹാൻഡ് സൈഡിൽ പോയി കഴിഞ്ഞാൽ 2a പ്ലസ് b ഈക്വൽ ടു പോസിറ്റീവ് 20. ഇതാണ് നിങ്ങൾക്ക് കിട്ടിയത്. 2a പ്ലസ് b ഈക്വൽ ടു പോസിറ്റീവ് 20. റൈറ്റ് ആൻസർ എക്സാക്ട്ലി. ഓക്കെ, സെക്കൻഡ്
ഇപ്പോൾ ഈ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. രണ്ടാമത് നിങ്ങൾ ആൻസർ കിട്ടിയ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ P(2) കണ്ടു. ഇനി P(-2) ആർക്കാണ് ആദ്യം കിട്ടിയത് കമൻറ്റ് ചെയ്യട്ടാ. P(-2) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. -2³ പെട്ടെന്ന് തെറ്റാൻ ചാൻസ് ഉണ്ട്. -7 × -2² എപ്പോഴും മൈനസ് കൊണ്ട് കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം. A × -2 + B = 0 കാണുന്നുണ്ടോന്ന് അറിയില്ല. മിസ്സിംഗ് ആണെങ്കിൽ B = 0 റൈറ്റ്. അപ്പോൾ ഇനി P(-2) എന്ന് വേണ്ട. കിട്ടുന്നുണ്ടല്ലേ, കുറേ പേർക്ക് ആൻസർ കിട്ടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആൻസർ -2³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക എന്താണ് -2³ -2 × -2 × -2 നേടാം. -2³ എന്ന് പറയാം. -2 മൈനസും പ്ലസ് ആയി. 2 × 2 4 4 × -2 -8. ഓക്കെ, -2³ എന്ന് പറഞ്ഞാൽ -8. 7 × -2² -2 × -2 +4 പ്ലസ് -2 × AX പ്ലസ് മാറി പ്ലസും മൈനസും വന്നാൽ മൈനസ്. -2 × AX + B = 0. ഓക്കെ, -8 7 × 4 നേരത്തെ നമ്മൾ പറഞ്ഞ 28 -2AX + B = 0. സോറി, ഇവിടെ എക്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മറന്നു അല്ലേ. സോറി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നു അല്ലേ. നോട്ട് എക്സ് ഇൻറ്റു -2A. റൈറ്റ്. സോ -28 -36 -2A + B = 0. അഗൈൻ -36 റൈറ്റ് ഹാൻഡ് സൈഡിൽ പോയി കഴിഞ്ഞാൽ എന്ത് വരും, അല്ലെങ്കിൽ -2A കോൺസ്റ്റന്റ് നമ്പേഴ്സിന് അങ്ങോട്ട് കൊണ്ടുപോകും. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാം. -36 റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്, സ്റ്റാർട്ടിങ് മൈനസ് ആവും, ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ്. അതുകൊണ്ട് ഞാൻ -2നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ 2A + Bനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോയാൽ -B = ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നെയാണ് നിന്നുള്ളത്. അതുകൊണ്ട് -36. സോ കേട്ടോ, കുറേ പേർക്ക് ഈ ഇക്വേഷൻ വേറെ ഇങ്ങനെ കിട്ടും. ചിലപ്പം രണ്ടും ബോത്ത് ആർ ഈക്വൽ ആണ്. സ്റ്റാർട്ടിങ് മൈനസ് ഉണ്ടെങ്കിൽ അത് ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് പിന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് നെയിം ആണ് 2A - B = -36. ഓക്കെ, ആർക്കെങ്കിലും മൈനസിൻ്റെ ഒരു ഇക്വേഷൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഇക്വേഷനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങളാണ്, എന്നാലും ത്രൂ ഔട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 2A - B ഓൾറെഡി റൈറ്റ് ഹാൻഡ് സൈഡിൽ -36 ആണ്. മൈനസ് കൊണ്ട് വീണ്ടും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ -2A -2A മൈനസ് പ്ലസ് B മൈനസും +36. ചിലർക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. -2A + B = 36 ബോത്ത് ആർ ഈക്വൽ. ഓക്കെ, കൺഫ്യൂഷൻ വേണ്ട, അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡ് കിട്ടിയാലും അങ്ങനെ കിട്ടി. ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ റൈറ്റ്. ഇനി സോൾവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ 2A + B = 20. സെക്കൻഡ് വൺ നിങ്ങൾ ഏതാണോ സൂട്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. ചില ആളുകൾ -2A + B = 36 ആണെങ്കിൽ ഞാൻ അതെടുക്കുന്നത് -2A + B = 36. ഓക്കെ, ഞാനിത് എടുത്തിട്ടുണ്ട്. ബോത്ത് ആർ ഈക്വൽ. ചില ആളുകൾക്ക് ഇതായിരിക്കും എളുപ്പത്തിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. ശരി, ഇനി ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വേരിയബിൾ എലിമിനേറ്റ് ചെയ്യുക. കാരണം എയും ബിയും ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഒരു വേരിയബിൾ എലിമിനേറ്റ് ചെയ്യുക, ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. രണ്ട് ഓപ്ഷനാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2A + -2A. ഇവിടെ സംഭവിക്കുന്നതാണ് 2A + -2A. ചെറിയ ബേസിക്കാണ് പറയുന്നത്. പ്ലസും മൈനസും വന്നാൽ മൈനസ് ആവും. 2A - 2A നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ ഒരു വേരിയബിൾ എലിമിനേറ്റ് ആവാൻ വേണ്ടിയിട്ട് എളുപ്പവിദ്യയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ഇത് B എലിമിനേറ്റ് ആവാൻ കാരണം കാരണം B + B എന്ന് പറഞ്ഞാൽ 2B ആയി പോകും അല്ലേ. അപ്പോൾ നമുക്കിവിടെ 2A ക്യാൻസലായി. B + B നമുക്ക് എന്താണ്? ചിലപ്പോൾ ആളുകൾ ചോദിക്കും സാർ ചിലപ്പോൾ പ്ലസ് ആണ്, ചിലപ്പോൾ മൈനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിപ്പെൻഡിങ് ആണ്. സപ്പോസ് ഇവിടെ രണ്ട് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഇപ്പോൾ 2A പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ മൈനസ് കൊടുക്കുക. അപ്പോൾ 2A എലിമിനേറ്റ് ആവും കേട്ടോ. ഇവിടെ ഒന്ന് മൈനസ് ഒന്ന് പോസിറ്റീവ് ആയ കാരണം പ്ലസ് കൊടുക്കുന്നത്. കാരണം പ്ലസും മൈനസും വന്നാൽ മൈനസ് ആണ്. ഓക്കെ ശരി. ഇനി B + B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2B. 20 + 36 എന്ന് പറഞ്ഞാൽ 30 40 56. സോ B = 56/2. B = 56ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 25ഉം 26 27 28 നമുക്ക് എന്ത് കിട്ടുന്നത്? B കിട്ടുന്നത്. ഓക്കെ, കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. B 28 ആണ്. റൈറ്റ്. സെക്കൻഡ് A കിട്ടാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? A ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ഓക്കെ, A നിങ്ങളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, ആൻസർ കിട്ടിയാണ്. കുറേ പേർക്ക് ആൻസർ കിട്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം എയുടെ ആൻസർ കാണാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഫസ്റ്റ് വണ്ണിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 2A + B = 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, കുറേ പേർക്ക് ആൻസർ കിട്ടി തുടങ്ങിയിരിക്കുന്നത്. 2A + B = 20.
2a plus b എന്ന് പറഞ്ഞാൽ ബിയുടെ സ്ഥാനത്ത് കൊടുക്കുക. ഏത് ഇക്വേഷനിൽ വേണമെങ്കിൽ കൊടുക്കട്ടെ, ഞാൻ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ മാത്രം. അപ്പോൾ 2a ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിർത്താം. 20 plus 28 കൊണ്ട് പോയി കഴിഞ്ഞാൽ -28. 2a equal to -8. a equal to -8/2. a equal to -4. a equal to -4. ഓക്കെ, എ ബി ഓൾറെഡി കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്. ആൻസർ വെരി ഗുഡ്. സോ നമുക്ക് എഗെയിൻ എന്ത് ചെയ്യണം, പി ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പി ഓഫ് എക്സിൽ ഓൾറെഡി നമ്മൾ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇക്വേഷനിൽ എഗെയിൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് x³ - 7x² + ax + b ആയിരുന്നു. സോ ഫൈനലി പി ഓഫ് എക്സ് ഈക്വൽ ടു x³ - 7x² + ax. വാട്ട് ഈസ് എ? -4. അപ്പോൾ പ്ലസ് മായിഞ്ഞ്, കാരണം പ്ലസും മൈനസും വന്നാൽ -4x + what is b? 28. This is the final solution. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൊല്യൂഷൻ ആൻസർ കിട്ടുന്ന വിചാരിക്കുന്നത്. അപ്പോൾ പോളിനോമിയൽ ഏതാണ് ആഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? എക്സാക്ട്ലി -4 + 28. ഇതാണ് ഫൈനൽ കീ കേട്ടോ. കാരണം ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഏത് പോളിനോമിയലാണ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ പോളിനോമിയൽ ഏതാണ്? -4x + 28 ആണ് നമ്മുടെ പോളിനോമിയൽ. ഈ പോളിനോമിയൽ ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? x² - 4 എന്താവും? അതിൻ്റെ ഫാക്ടർ ആവും. x² - 4 മീൻസ് x + 2 × x - 2. x = -2, x = 2. അപ്പോൾ x2 ഉം -2 അതിൻ്റെ ഫാക്ടർ ആവും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 നിങ്ങൾക്ക് കാണാം, റീഡ് ചെയ്യാം. ഒരു പ്രീവിയസ് ഇയർ ആണ്. ഈ ഒരു പാറ്റേൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി റിമൈൻഡർ വെൻ ദി പോളിനോമിയൽ x³ - 2x² + 4 - 4 is divided by x - 2. ഓക്കെ, ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, റിമൈൻഡർ കാണാൻ അറിയാം, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് പ്രോബ്ലം. വാട്ട് ഈസ് ദി നമ്പർ ഈസ് ആഡഡ് ടു ഗിവ് ദ പോളിനോമിയൽ സോ ദാറ്റ് x - 2 ഈസ് എ ഫാക്ടർ ഓഫ് ഇറ്റ്. അതും നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക പ്രോബ്ലം. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഓഫ് പ്രീവിയസ് ഇയർ ആണ്, ഞാൻ ചോദിച്ച വർഷം ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. പി ഓഫ് എക്സ് ഈക്വൽ ടു x³ - 2x². നോക്കാം, പെട്ടെന്ന് ആരെ ആൻസർ ചെയ്യാൻ നോക്കാം. x³ - 2x² + 4x - 4 plus x - 4. റൈറ്റ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദി റിമൈൻഡർ വെൻ അല്ലെ ഡിവൈഡ് ബൈ x - 2. അപ്പോൾ x - 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റിമൈൻഡർ എന്താണ്? സോ x = 2 ഇടാം. അപ്പോൾ നമ്മളിവിടെ റിമൈൻഡർ ഡിവൈഡ് ചെയ്യുന്നില്ല, ഡിവൈഡ് ചെയ്യുന്ന ഏറ്റവും എളുപ്പം ഇതാണ്. അപ്പോൾ എക്സിന് നമുക്ക് 2 കൊടുക്കാം അല്ലേ. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം 2 കൊടുക്കലാണ്. x - 2 ആയ കാരണം 2 കൊടുക്കലാണ്. സോ 2³ - 2 × 2² + 2 - 4 സിംപ്ലിഫൈ ചെയ്യുക. 2³ എന്ന് പറഞ്ഞാൽ 8 ആണ്. -2 × 2² എന്ന് പറഞ്ഞാൽ 4 + 2 - 4 8ൻ്റെ ശരിക്കും മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യാം കേട്ടോ. നിങ്ങൾ ആകെ 8 - 2 ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ബോർഡ് മാസിൻ്റെ ഒരു കോൺസെപ്റ്റ് ചെയ്യാം കേട്ടോ. 2 × 4 8 + 2 - 4 -2 8 - അല്ലെ 0 + -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2. സോ P of 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P of 2 -2. ഓക്കെ, അപ്പോൾ P of 2 -2 കിട്ടി. അപ്പോൾ റിമൈൻഡർ -2 ആണ് നമുക്ക് കിട്ടി. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? റിമൈൻഡർ ഈക്വൽ ടു -2. സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിൽ എന്താണ്? വാട്ട് ഈസ് നമ്പർ ഈസ് ആഡഡ് ടു ഗിവ് ദ പോളിനോമിയൽ x - 2 എ ഫാക്ടർ. അപ്പോൾ നമുക്കറിയാം x - 2 അതിൻ്റെ ഫാക്ടർ ആണെങ്കിൽ എന്ത് ആഡ് ചെയ്യണം? -2 ആണെങ്കിൽ എന്ത് ആഡ് ചെയ്യണം? ഈസ് ആഡഡ് ടു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ആഡഡ് ടു +2 -2 ആയ കാരണം +2 ഈസ് ആഡഡ് +2 ഈസ് ആഡഡ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദി പോളിനോമിയൽ x² - 3x + 2 ആസ് എ പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. ക്വസ്റ്റ്യൻ നമ്പർ ബി അല്ലേ, അതായത് റൈറ്റ് ദി പോളിനോമിയൽ x² - 3x + 2 ആസ് എ പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. സിമ്പിൾ വൺ. ഓക്കെ, അല്ലെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് k if the polynomial x² - 3x + k can be written as product of 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ എന്താണ്? x² - 3x + 2. x² - 3x + 2. ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആക്കാൻ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ഇതിൻ്റെ മുന്നത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഒന്നുകൂടി പറയുന്നു, x² കോഫിഷ്യൻ്റ് 1 ആണെങ്കിൽ, x² കോഫിഷ്യൻ്റ് ഇവിടെ 1 ആണെങ്കിൽ കേസ് ആണെന്ത്? ഏതെങ്കിലും രണ്ട് നമ്പർ മീൻസ് ഈ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. 1 × 2 2. അപ്പോൾ സിംപ്ലി ഈ കോൺസ്റ്റൻറ്റ് പാർട്ട് ഓൾറെഡി എന്തായാലും മനസ്സിലാക്കുക, 2 ആയെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ x² കോഫിഷ്യൻ്റ് 1 അല്ലാത്ത കേസ് വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ x² കോഫിഷ്യൻ്റ് 1 ആയ സ്ഥിതിക്കാണ് ഈ ടെക്നിക്ക്. അപ്പോൾ സിംപ്ലി കോൺസ്റ്റൻറ്റ് പാർട്ട് ഓൾവേസ് 2. ഓക്കെ, ഇനി ഈ 2നെ എനി 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടാൻ ചാൻസും, അതുപോലെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -3 കിട്ടാൻ. എക്സിൻ്റെ കോഫിഷ്യൻ്റ് -3 നമുക്കറിയാം. രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 1 × 2 2 ആണ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 1 + 2 നമുക്ക് കിട്ടുന്ന എത്രയാണ്? 3 ആണ്. എക്സിൻ്റെ കോഫിഷ്യൻ്റ് എത്രയാണ്? -3 ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് പേരാണ് സ്വീകരിക്കുക എന്നുള്ളത് നോക്കുന്നത്. എന്നാൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും വേണം?
-2 കിട്ടും വേണം. അതായത് നമുക്കറിയാം -1 ഇൻറ്റു -2 ഈസ് ആൾസോ 2. അപ്പോൾ ഇതിൽ ഏത് ഓർഡർ നമ്മൾ എടുക്കുക? ഈ ഓർഡറാണോ എടുക്കേണ്ടത്, രണ്ടാമത്തെ ഓർഡറാണോ എടുക്കേണ്ടത്? ഇതാണ് എടുക്കേണ്ടത്. കാരണം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാത്രമാണ് -1 + -2 എന്ന് പറഞ്ഞാൽ -3. അതുകൊണ്ട് -1ഉം -2 ആണ് ഇതിൻ്റെ കോഫിഷ്യൻറ്റ്. ഇതിൻ്റെ റിസൾട്ട് ഇത്രയേ ഉള്ളൂ. എക്സ് എഴുതാം, കോഫിഷ്യൻറ്റ് -1, സോ x -1. എഗെയിൻ എക്സിൻ്റെ കോഫിഷ്യൻറ്റ് എത്രയാണ്? -2. ഓക്കെ, അപ്പോൾ x -1 ഇൻറ്റു x -2 ആണ് ഇതിൻ്റെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. ഇനി എക്സിൻ്റെ പവർ 1 ആണ്, അതാണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, അല്ലെങ്കിൽ ax + b എന്ന് പറഞ്ഞ പാറ്റേൺ. ഓക്കെ, സംഭവം ഓവർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ B എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ മാക്സിമം വാല്യൂ ഓഫ് k? ദ പോളിനോമിയൽ x² - 3x + k ക്യാൻ ബി റിട്ടൺ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. അപ്പോൾ വാട്ട് ഇസ് ദ മാക്സിമം വാല്യൂ ഓഫ് k? അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് k കാണാൻ വേണ്ടിയിട്ട്, അതായത് ഈ കോൺസ്റ്റന്റ് പാർട്ടിന്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട്, അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, സെയിം x² - 3x + 2. ഈ 2യുടെ സ്ഥാനത്ത് ഇവിടെ ജനറലി k ആണ്. അപ്പോൾ മാക്സിമം വാല്യൂ കാണാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്, നമുക്ക് തന്ന ഇക്വേഷൻ നിങ്ങൾ ഈക്വൽ ടു ഇക്വേഷൻ ആക്കുക. പോളിനോമിയൽ ഫംഗ്ഷൻ എന്ത് ചെയ്യുക? ഇക്വേഷൻ ആക്കുക. പോളിനോമിയൽ ഫംഗ്ഷൻ ആണ് തന്നത്, അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇക്വേഷൻ ആക്കും. എന്നിട്ട് ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യും? സോൾവ് ചെയ്യാൻ നമ്മൾ പൈതഗോറിയൻ തിയറം, എന്താണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല -b + or -√b² - 4ac/2a. ഇതിൽ നിങ്ങളൊരു കണ്ടീഷൻ പഠിച്ചിട്ടുണ്ടാവും, റൂട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു സംഭവത്തിന് ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയാം. ഡിസ്ക്രിമിനൻ്റ് എന്ന് പറഞ്ഞാൽ b² - 4ac ആണ്. b² - 4ac 0 വരുമ്പോഴാണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം ആവുന്നത്. വാട്ട് ഇസ് ദ മാക്സിമം വാല്യൂ ഓഫ് k? ദ പോളിനോമിയൽ ക്യാൻ ബി റിട്ടൺ ആസ് പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. അതായത് ആ വാല്യൂ പോസിറ്റീവ് ആകുമ്പോഴാണ്, 0 ആകുമ്പോൾ b² - 4ac 0 ആകുമ്പോഴാണ് എന്ത് ചെയ്യുക? ഇതിൻ്റെ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ നമുക്ക് എഴുതാൻ സാധിക്കുക എന്നുള്ളത്. സോ നമ്മൾ അപ്പോൾ ആ ഫോം ചെയ്യാം, b² - 4ac ഈക്വൽ ടു നമുക്ക് 0 എന്ന് പറയാം. ഇതിൽ നമുക്ക് ഷുവർ ആയിട്ട് k കിട്ടും. b എന്താ -3² ആൻസർ ചെയ്യാട്ടോ. -4 × 1 × k ഈക്വൽ ടു 0. -3² എന്ന് പറഞ്ഞാൽ 9 ആണ്. -4k ഈക്വൽ ടു 0. 9 ഈക്വൽ ടു 4k. k ഈക്വൽ ടു 9/4. ഓക്കെ, k ഈക്വൽ ടു 9/4. ആബ്സല്യൂട്ട്ലി കറക്റ്റ്. കുറേ പേര് ആൻസർ കമൻറ്റ് ചെയ്യുന്നു. സോ k ഈക്വൽ ടു 9/4 ആണ് ഇതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ 9/4 ആകുമ്പോഴാണ് ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്നുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ നമ്പർ 6 ഇതാണ്. കൺസിഡർ ദി പോളിനോമിയൽ p of x x² - 6x + 9. Find the p of 3. Simple one. Prove that the value of polynomial cannot be negative number. അതായത് നമുക്കറിയാം b² - 4ac അല്ലേ, ഓൾറെഡി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. b² - 4ac 0 ആവണം. b² - 4ac നമ്മൾ എന്താണെന്ന് പ്രൂവ് ചെയ്യുക, 0 ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഓവർ. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? സിംപ്ലി p of 3 ആണ്. സോ p of x ഗിവൺ ആണ്. p of x ഈക്വൽ ടു, എല്ലാവരും ആൻസർ ചെയ്യട്ടോ, x² - 6x + 9. സോ p of 3 സിംപ്ലി ചെക്ക് ചെയ്യാം. 3² - 6 × 3 + 9. 3² എന്ന് പറഞ്ഞാൽ 9 -6 × 18 + 9. So +9 + 9, so 9 - 18 - 9 -9 0. So p of 3 എന്താണ്? ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. ക്വസ്റ്റ്യൻ അതാണ്, p of 3 എന്താണ്? മീൻസ് p of 3 ഈക്വൽ ടു 0 ആണ്. സോ സെക്കൻഡ് വൺ നിങ്ങൾ സോൾവ് ചെയ്യുക. നിങ്ങൾക്ക് സോൾവ് ചെയ്താൽ കിട്ടും. b² - 4ac നിങ്ങൾ ചെക്ക് ചെയ്യുക. b² - 4ac 0 ആണെന്ന് ചെക്ക് ചെയ്യുക. b² - 4ac. So what is b? -6² - 4 × 1 × what is c? 0 എന്ന് പോവുകയാണ് അല്ലേ. what is c? 9. Simply 36 - 4 × 9 36 9 36. So 0. So b² - 4ac cannot be negative. So next question. Okay, next is question number 7. Question number 7 നിങ്ങൾ നോക്കുക. Check whether x + 1 is a factor of polynomial p of x something x³ + 6x² + 11x + 3. Right, 6. Right, x + 1 ഫാക്ടർ ആണോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാൻ വളരെ സിമ്പിൾ. സ്റ്റാർട്ട് ചെയ്യോ, x ഈക്വൽ ടു -1 p of x ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആണോ ഇല്ലെന്ന് പെട്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾ ചെക്ക് ചെയ്തോ. സോ p of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x³ + 6x², x³ + 6x² + 11x + സോ p of -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. -1 3 6 × -1 2 plus 11 × x plus 6 -1 all cube -1 plus into 6 into 1 plus what is 11 into -1, so -11 plus 6 -1 plus 6 -11 plus 6, okay, -1 plus 6 -1 plus 6 5 plus 6 11 plus 11 minus 11 gets 0. Okay, answer okay. Second question,
if x plus 2 is another factor of p of x, if x plus 2 is, അതായത് x plus 2 എന്ത് ചെയ്യുന്നു, അനദർ ഫാക്ടർ ആകുന്നു എന്തിൻ്റെ, നമ്മൾ ഇപ്പോൾ പറഞ്ഞ p of x ൻ്റെ. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ഫാക്ടറായി. ഏതൊക്കെയാണ് ഫാക്ടർ? ഒന്നെന്താണ് x plus 1ഉം അതുപോലെ ഇപ്പോൾ പറഞ്ഞ x plus 2 അല്ലേ, x plus 2 അല്ലേ ഇപ്പോൾ പറഞ്ഞ ഫാക്ടർ. അപ്പോൾ x plus 1ഉം x plus 2 ഇതിൻ്റെ ഫാക്ടറാണ് നമുക്ക് ബോധ്യമാണ്. ഒരെണ്ണം നമ്മൾ ആണെന്ന് ചെക്ക് ചെയ്തു, ഒരെണ്ണം ആണെന്ന് ഓൾറെഡി ഗിവൺ ആയിട്ട് തന്നു. ഓക്കെ, ഒരെണ്ണം ആണോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ ആണ്, 0 ആയ കാരണമാണ്. അതുപോലെ x plus 2 നമുക്ക് ഓൾറെഡി ഗിവൺ ആയിട്ട് തന്നു, ഫാക്ടർ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ തേർഡ് ഫാക്ടർ എന്താണ്? കാരണം ഇത് തേർഡ് ഡിഗ്രി പോളിനോമിയലാണല്ലോ കേട്ടോ. എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവുന്ന ചെക്ക് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് കേട്ടോ. അതിന്റെ പവർ നോക്കിയാൽ മതി. എക്സിന്റെ പവർ 3 ആണെങ്കിൽ 3 ഫാക്ടർ ഉണ്ടായിരിക്കാം, 2 ആണെങ്കിൽ 2 ഫാക്ടർ ഉണ്ടായിരിക്കാം. സോ ഇത് മീൻസ് തേർഡ് ഡിഗ്രി പോളിനോമിയലാണ്. അപ്പോൾ രണ്ടെണ്ണമായി ഒരെണ്ണം കൂടി കണ്ടുപിടിക്കാം കേട്ടോ. സോ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആണ് ഇത് കണ്ടുപിടിക്കാൻ, പക്ഷേ ഇത് നന്നായി ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതെങ്ങനെ കണ്ടുപിടിക്കാനില്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്ന് നോക്കാം. ഇതിന്റെ ഡിവിഷൻ ആണ് നമ്മൾക്ക് ഓൾറെഡി അറിയാം. ജസ്റ്റ് പോളിനോമിയൽ ഫംഗ്ഷനെ ഡിവൈഡ് ചെയ്യാണ്. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? x plus 1 into x plus 2 multiply the x into x, x square, x into 2 positive 2x, 1 into x positive x plus 1 into plus 2 positive 2. So simplify ചെയ്ത് കഴിഞ്ഞാൽ x square 2x plus 3x 2x plus 3x അല്ലേ. നമുക്ക് പോളിനോമിയൽ സെക്കൻഡ് ഡിഗ്രി എന്ത് കിട്ടി? അപ്പോൾ നമുക്ക് നിലവിലുള്ള ഫാക്ടേഴ്സിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് മീൻസ് പ്രോഡക്റ്റ് എന്ത് ചെയ്തു? x square plus 3x plus 2 കിട്ടി. നമുക്ക് നിലവിലുള്ള പോളിനോമിയൽ ഫംഗ്ഷൻ, നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയൽ ഫംഗ്ഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. പോളിനോമിയൽ ഫംഗ്ഷൻ എന്താണ്? എക്സ് ക്യൂബ് ഡിവൈഡ് ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കാനുണ്ട്. എക്സ് ക്യൂബ് പ്ലസ് 6 into x square എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. 6x square plus 11x plus 6 ആണ്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത പ്രോഡക്റ്റ് ഇവിടെ ഉണ്ട്, x square plus 3x plus 2. കാരണം കുറേ പേർക്ക് ഇത് ഡൗട്ട് ഉണ്ട് ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യാന്നുള്ളത്. വളരെ സിമ്പിളാണ് ഡിവൈഡ് ചെയ്യാൻ, ഒരു പ്രയാസമില്ല ഡിവൈഡ് ചെയ്യാൻ. നിങ്ങളെ കോൺസെപ്റ്റ് ഇതാണ്, റിമൈൻഡർ 0 ആക്കുക. കാരണം തേർഡ് ഫാക്ടർ നമുക്ക് കിട്ടണമെങ്കിൽ ഇവിടെ റിമൈൻഡർ ഓട്ടോമാറ്റിക്കിന് എന്താവണം? 0 വരണം. അപ്പോൾ നമ്മളെ മൈൻഡ് സെറ്റ് എപ്പോഴും നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി ഡിവിഷൻ എല്ലാവർക്കും അറിയുന്നതാണ്. റിമൈൻഡർ 0 എത്തിക്കലാണ്, 0 എത്താൻ വേണ്ടി ശ്രമിക്കലാണ്. പിന്നീട് നടന്നില്ലെങ്കിൽ ആ റിമൈൻഡർ അങ്ങനെ ഇട്ട് പോകാന്നുള്ളതാണ് നമ്മൾ ചെയ്യാറ് അല്ലേ. അപ്പോൾ റിമൈൻഡർ 0 നമ്മൾ എത്തിക്കാനാണ് നമ്മൾ ശ്രമം നടത്തുന്നത്. കാരണം ഇതിനൊരു തേർഡ് ഫാക്ടർ ഉണ്ട്, ആ തേർഡ് ഫാക്ടർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് എലിമിനേഷൻ പ്രോസസ് ആണ് അല്ലേ. നമുക്കിവിടെ ജസ്റ്റ് എലിമിനേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി എക്സ് ക്യൂബ് ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്. എന്ത് ആഡ് ചെയ്യണം? ഞാൻ ഇവിടെ ഒരു എക്സ് ആഡ് ചെയ്തു. സോ എക്സ് ഇൻറ്റു എക്സ് അല്ല, ഇത് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യണം. സോ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ, സിംപ്ലി ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് ക്യൂബ്, എക്സ് ഇൻറ്റു 3x 3x സ്ക്വയർ, എക്സ് ഇൻറ്റു 2 പ്ലസ് 2x. ഇപ്പോൾ കിട്ടിയ റിസൾട്ട് ഇതാണ്. ആ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് കൊണ്ട് നമുക്ക് ഇവിടെയുള്ള ഡിവൈസറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് 2x. ജസ്റ്റ് എന്ത് ചെയ്യുക? ഡിവൈഡ് മൈനസ് സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ക്യൂബ് നമ്മൾ ബോധപൂർവ്വമാണ് എക്സ് ക്യൂബ് ക്യാൻസൽ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ഇവിടെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ ഇവിടെ നോക്കിയിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ. സോ എക്സ് ക്യൂബ് മൈനസ് ആയി 6x സ്ക്വയർ മൈനസ് 3x സ്ക്വയർ 3x സ്ക്വയർ 11x മൈനസ് 2x പോസിറ്റീവ് അല്ലേ 9x അതുപോലെ പ്ലസ് 6 നമ്മൾ അതേപോലെ തന്നെ ആഡ് ചെയ്ത് എഴുതി. ഓക്കെ, എഗെയിൻ വീണ്ടും നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ഓൾറെഡി 3x സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, അത് കട്ടാവണമെങ്കിൽ ഇവിടെ ഒരു 3 വന്നാൽ മതിയോ. അതുകൊണ്ട് പോസിറ്റീവ് 3 ഞാൻ ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ പോസിറ്റീവ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ വീണ്ടും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പോസിറ്റീവ് 3 കൊണ്ട്. അപ്പോൾ 3 ഇൻറ്റു എക്സ് സ്ക്വയർ 3x സ്ക്വയർ 3 ഇൻറ്റു 3x പ്ലസ് ശ്രദ്ധിക്കണം കേട്ടോ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9x 3 ഇൻറ്റു 2 6. വീണ്ടും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വീണ്ടും നമുക്കറിയാം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ക്യാൻസലായി 3x സ്ക്വയർ 9x ക്യാൻസലായി പ്ലസ് 6 ക്യാൻസൽ. വെരി ഗുഡ്, ലാക്ക് 0 ആയി, റിമൈൻഡർ 0 ആയി. അതുകൊണ്ട് നമുക്ക് തേർഡ് ഫാക്ടർ ആയിട്ട് നമുക്ക് ആരെ കിട്ടി? x പ്ലസ് 3 കിട്ടി. ഈ റിമൈൻഡർ കിട്ടുമ്പോൾ 0 ആകുമ്പോഴാണ് x പ്ലസ് 3 അതിൻ്റെ ഒരു ഫാക്ടർ ആവുക. നിങ്ങൾ തന്ന പോളിനോമിയൽ x മൈനസ് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, x പ്ലസ് 3 ആണെങ്കിൽ x മൈനസ് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഷുവർ ആണ് p ഓഫ് x അല്ലെങ്കിൽ പോളിനോമിയൽ ഫംഗ്ഷൻ ഷുഡ് ബി എന്തായിരിക്കും? 0 ആവും. സോ ഫൈനൽ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? x പ്ലസ് 3 ആണ്. കുറേ പേർക്ക് ആൻസർ കിട്ടി കാണും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചറിയാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി റിമൈൻഡർ ഓഫ് ദി പോളിനോമിയൽ s of x equal to x cube plus 6x square plus 11x minus 3 when it is divided by x plus 1 and x plus 2. Find the remainder of the polynomial അല്ലേ. s of x p of x both are equal. സിംപ്ലി ഒരു ലെറ്റർ വേരിയബിൾ ചേഞ്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വെൻ ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ x പ്ലസ് 1 ആൻഡ് x പ്ലസ് 2, അതായത് ഇതിന്റെ റിമൈൻഡർ എന്താണുള്ളത്? സോ x പ്ലസ് 1ഉം x പ്ലസ് 2 ഇതിന്റെ ഫാക്ടർ അല്ല എന്നുള്ളത് ക്ലിയർ ആണ്. കാരണം x പ്ലസ് 1 ഫാക്ടർ ആവണമെങ്കിൽ, ഈ പോളിനോമിയലിന്റെ ഫാക്ടർ ആവണമെങ്കിൽ സംതിങ് ആഡ് ചെയ്യണം. സോ ഇവിടെ റിമൈൻഡർ ഒരു കാരണവശാലും 0 വരില്ല. കാരണം ഇവിടെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ s of x ൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x ഈക്വൽ ടു -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം,
അതുപോലെ എക്സ് ഈക്വൽ ടു -2 നിങ്ങൾ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ നോക്കാം. പെട്ടെന്ന് ഫാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് റിസൾട്ട് നിങ്ങൾക്ക് -9 ആയിരിക്കും. P of -1 കൊടുത്തു കഴിഞ്ഞാൽ -9 ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടുക. ഓക്കെ, സോ -9 ആണ് ഇതിൻ്റെ റിമൈൻഡർ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ. ഫൈൻഡ് ദ റിമൈൻഡർ. ആൻസർ കിട്ടിയാ കമൻറ്റ് ചെയ്തോളൂ. സെക്കൻഡ് വൺ, factors of polynomial അല്ലേ x³ + 6x² + 11x - 3 + k, then find the value of k. k എന്താണ്? k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ്റെ, ഇപ്പം നമുക്ക് തന്ന ഇക്വേഷൻ്റെ നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എന്ത്? അത് എന്താവണം? ഇപ്പോൾ s(x) എന്ന് പറയുന്ന നമ്മളെ വാല്യൂ എന്താണ്? x³ + 6 × x² + 11x + k. ഷുവറാണ് നമുക്ക് എന്ത് ആഡ് ചെയ്താലും കെയുടെ സ്ഥാനത്ത് എന്ത് ആഡ് ചെയ്താലാണ് ഇതിന് എന്ത് ചെയ്യുക? അതിൻ്റെ ഫാക്ടർ ആവുക? -9 ആണെങ്കിൽ എന്ത് ആഡ് ചെയ്യും? +9. സോ ഇവിടെ നമുക്ക് പ്ലസ് കെ എന്താവും? ഓട്ടോമാറ്റിക്കിന് +9 ആയിരിക്കും. സോ k = 9. അപ്പോൾ നമുക്ക് k = 9 ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. റിമൈൻഡർ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആഡ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിവൈസ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോളിനോമിയൽ ഫംഗ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സിംപ്ലി ഡിവൈഡ് ചെയ്യാം. അതായത് x³ + 6 × x² + 11x-നെ ഇപ്പോൾ പറഞ്ഞ x+1 × x + 2. So x² x × x, x² + 3x + 2. ഓക്കെ, x² + 3x + 2 ഇതുകൊണ്ട് നിങ്ങൾക്ക് ഡിവൈസ് ചെയ്യാം. ഡിവൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡർ പാർട്ട് നിങ്ങൾക്ക് -9 തരും. ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് x + 3 കിട്ടും. x + 3 കിട്ടും. സോ അങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലം ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഈ പ്രോബ്ലം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഗോ ഫോർ ഓക്കെ, ആൻസർ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനോട് പോവാം. Next, ninth question ഇതാണ്. x² - 5x + 6 is a factor of x³ - 5x² + ax + b. Find the number a and b. So simple one. x² - 5x + 6 factor ആണോ എന്തിൻ്റെ? x³ ഓക്കെ, ആൻസർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. x³ - 5x² + ax + b. ഓക്കെ, എന്ത് ഫാക്ടർ ആണെന്ന്? x² - 5x + 6. നമുക്കറിയാം ഇതിൻ്റെ പ്രൊഡക്ഷൻ കാണാൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി കാണാൻ x² കോഫിഷ്യൻറ്റ് 1 ആണ്. 1 × 6 6 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് 6നെ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത 6 എന്ന് പറഞ്ഞാൽ 2 × 3 6 റൈറ്റ്. വീണ്ടും 6 കിട്ടാനുള്ള മാർഗം -2 × -3 6 ആണ്. ഇതിൽ ആഡ് ചെയ്താൽ 2 + 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 ആണ്. എക്സിൻ്റെ കോഫിഷ്യൻറ്റ് -5 കിട്ടണം ആഡ് ചെയ്താൽ. സോ -2 -3 നമുക്ക് -5 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ഡിഗ്രി നമുക്ക് എങ്ങനെ ആക്കാം? x - 2 × ഇങ്ങനത്തെ ടൈപ്പ് ഞാൻ ഒരുപാട് പറഞ്ഞതാണ്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. x - 2 x - അതുകൊണ്ട് x = 2 x = 3 നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് തന്ന p of x അല്ലേ, ഇത് ഓൾറെഡി ഫാക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 2ഉം 3ഉം കൊടുത്താൽ 0 കിട്ടും. നിലവിൽ എയും ബിയും ഉള്ള കാരണം 0 കിട്ടില്ല. രണ്ട് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുക, രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. സോ p of 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2³ - 5 × 2² + a × 2 + b. p of 2 ഓൾറെഡി 0 ആണെന്ന് നമുക്കറിയാം അല്ലേ, കാരണം ഫാക്ടറാണ്. 2³ എന്ന് പറഞ്ഞാൽ 8 - 5 × 4 + 2a + b. 0 = I 4 20 + 2a + b. 0 = 8 - 20 - 12 അല്ലേ, സോറി -12 + 2a + b. -12 അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ 12 = 2a + b. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 അല്ലേ. 2a + b = 2 12 ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ആൻസർ കിട്ടിക്കാണെന്ന് വിചാരിക്കാം. ഇക്വേഷൻ നമ്പർ 2 ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സെയിം p of x നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? p of x എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? x - 2 - 3 അല്ലേ, റൈറ്റ്. x² - 5 -3. അപ്പോൾ x - 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. അതായത് -3 എന്ന് പറഞ്ഞാൽ 3 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. p of 3³ ആൻസർ കമൻറ്റ് ചെയ്യാട്ടോ. 3² + a × 3 + b ഓൾറെഡി 0 ആണെന്ന് നമുക്കറിയാം. 3³ 3 × 3 × 3 3³ എന്ന് പറഞ്ഞാൽ 3 × 3 × 3 27 - 5 × 3² 9 3a + b 0 9 × 5 45 + 3a + b. ഓക്കെ, 0 = 27 - 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -18 + 3a + b. -80 ഇപ്പുറത്ത് വന്നാൽ +18
3a plus b. So 3a plus b equal to 18. Equation number 2. 1 and 2 നമ്മൾ എന്ത് ചെയ്യുന്നു, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടും. സോ നമുക്ക് നോക്കാം സിംപ്ലിഫിക്കേഷൻ. ആൻസർ കിട്ടിയവരൊക്കെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വൺ ഒന്ന് ലൈക്ക് ചെയ്യണോ, ഇപ്പോഴും ലൈക്ക് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. വീഡിയോ ഒക്കെ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, 2a plus b equal to 12. അതുപോലെ തന്നെ 3a plus b equal to 18. നിങ്ങളുടെ സിംപ്ലിഫൈ മക്കളെ. ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഏതെങ്കിലും ഒരാൾ വേരിയബിൾ എലിമിനേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ എ എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബി എലിമിനേറ്റ് ചെയ്യുക. സോ ഇവിടെ എ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, പോസിബിൾ ആണ്. എ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ 2a 3a ആണ്. സോ 2 ഈ ഫസ്റ്റ് ഇക്വേഷൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സെക്കൻഡ് ഇക്വേഷൻ എന്ത് ചെയ്യുക 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടവർക്ക് എ എലിമിനേറ്റ് ചെയ്ത് കളയാം. പക്ഷേ ഇവിടെ ഡയറക്റ്റ് ഇവിടെ ബി ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. ഡയറക്റ്റ് ബി എലിമിനേറ്റ് ചെയ്യാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇക്വേഷൻ മൈനസ് ചെയ്താൽ മതി. സോ 2a - 3a, 2a 3a കുറച്ചാൽ 2 - 3 പറയുന്ന പോലെ തന്നെ കേട്ടോ. 2 - 3 എന്ന് പറഞ്ഞാൽ -1. സോ മൈനസ് എ, പിന്നെ എ ഇല്ലേ, സോ മൈനസ് എ പ്ലസ് ബി മൈനസ് ബി ക്യാൻസൽഡ് ആവും അല്ലേ. 12 - 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് -6. സോ എ ഈക്വൽ ടു 6 റൈറ്റ്. എ ഈക്വൽ ടു 6 മൈനസ് ക്യാൻസൽഡ്. അപ്പോൾ എ 6 കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1 2 നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അടുത്ത ആൻസർ കിട്ടും. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാട്ട് ഈസ് ബി? ബി ആൻസർ കിട്ടിയാ? കമൻറ്റ് വരുന്നുണ്ട് ബി 0 റൈറ്റ്. ആൻസർ എത്രയാണ്? ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഞാൻ. 2a plus b equal to 12. 2 into 6 plus b equal to 12. 2 into 6 എത്രയാടാ? 12 plus b equal to 12 അല്ലെ. 12 equal to 12 ആണെങ്കിൽ b എത്ര കൊടുത്താൽ മതി? 0 കൊടുത്താൽ മതി. സോ b equal to 0 റൈറ്റ്. സോ എ ബി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുമ്പോൾ ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങൾക്ക് ആൻസർ കിട്ടുമ്പോൾ കമൻറ്റ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ ആൻസർ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10 നിങ്ങൾ റീഡ് ചെയ്യാം. x² - 1 ഈസ് എ ഫാക്ടർ ഓഫ് ദി പോളിനോമിയൽ a × x³ + b × x² + cx + d. പ്രൂവ് ദാറ്റ് a + c = 0 ആൻഡ് b + d = 0. അപ്പോൾ നമ്മൾ ഈ പാറ്റേൺ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ ആ ഒരു പാറ്റേണിൽ ഏകദേശം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. x² - 1ന്റെ ഫാക്ടർ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് സെക്കൻഡ് ഡിഗ്രി ആണ് x². ഇത് നമുക്കറിയാം 1 ആണെങ്കിൽ 1² മീൻസ് മീൻസ് a² - b². a² - b² മീൻസ് a + b × a - b റൈറ്റ്. a + b × a - b. അപ്പോൾ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നത് കിട്ടിയിട്ടുണ്ടാവും. x + 1 × x - 1 ആണ്. x = 1 മീൻസ് -1ഉം x = 1. -1ഉം 1ഉം ആണ് നമുക്ക് p of x ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. വേഗം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളാം. p of x ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. p of x ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഷുവറാണ് 2 ഇക്വേഷൻസ് കിട്ടും. ആ 2 ഇക്വേഷൻ അല്ലേ, 2 ഇക്വേഷൻസ് നിങ്ങൾ ചെക്ക് ചെയ്തേ. 2 ഇക്വേഷൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് നമുക്ക് നോക്കാം പെട്ടെന്ന് ഫസ്റ്റ് p of 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ചിലർ -1 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന തോന്നുന്നു. p of 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ p of -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. p of 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് a + b + c അല്ല. ഞാനിത് ഡയറക്റ്റ് ആൻസർ ചെയ്താട്ടാ, നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നുള്ളൂ, സിമ്പിളായ കാരണം. c + d = 0. ഇതാണ് ഇക്വേഷൻ നമ്പർ 1 കിട്ടുക റൈറ്റ് അല്ലേ. അതുപോലെ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ -a + b - c + d = 0. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അതായത് p of -1 ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ, അപ്പോൾ ഈ 2 പാർട്ട് പോകും കേട്ടോ. ഞങ്ങൾ ഓൾറെഡി പ്രോഗ്രാം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. p of 1ന്റെ ഇക്വേഷൻ ആണ്, p of -1ന്റെ ഇക്വേഷൻ ആണ്. സോ ഈ 2 പാർട്ട് ഓക്കെ. അപ്പോൾ ജസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? +a - a ക്യാൻസൽഡ്, +c - c ക്യാൻസൽഡ്, ദാറ്റ്സ് ഓൾ. b + b 2b, d + d 2d, 0 + 0 0. രണ്ടിലും കോമൺ 2 ഉണ്ടെങ്കിൽ കോമൺ ഔട്ട്സ് എടുക്കുക. +d = 0. സിംപ്ലി b + d = 0. 2 × b + d 0 ആണെങ്കിൽ b + d എന്ന് പറഞ്ഞാൽ 0/2 കേട്ടോ. 0 ഇവിടെ ഇൻറ്റു അല്ലേ, 0/2. 0/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 0. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, 0. ഓക്കെ ശരി. ഇനി വേറെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതിൽ വീണ്ടും നമ്മൾ b + d നമ്മൾ പ്രൂവ് ചെയ്തു. പ്രൂവ് ദാറ്റ് a + c = 0, b + d = 0. a + c 0 എങ്ങനെ കിട്ടുക?
എ പ്ലസ് സി 0 അങ്ങനെ കിട്ടുക. ഇക്വേഷൻ നമ്പർ നിങ്ങൾ 1 നോക്കി നോക്ക്. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഈക്വൽ 0. ഇക്വേഷൻ നമ്പർ 1 എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഈക്വൽ 0. ഇതിലെ ബി പ്ലസ് ഡി 0 എന്ന് പറഞ്ഞാൽ ഈ ബി പ്ലസ് ഡി 0 അല്ല, അറേഞ്ച് ചെയ്താൽ പോരെ. എ പ്ലസ് സി പ്ലസ് ബി പ്ലസ് ഡി ഈക്വൽ കൂടെ. സോ എ പ്ലസ് സി പ്ലസ് 0 ഈക്വൽ 0. എ പ്ലസ് സി ഓൾസോ. ജസ്റ്റ് ഒരു ഫോർമാറ്റ് ആണ്, പ്രൂവിങ് ഫോർമാറ്റ് ആണ്, വളരെ സിമ്പിൾ ആണ്. സോ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 11ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ. 11th ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. പ്രൂവ് ദാറ്റ് ദ പോളിനോമിയൽ x² + 4x + 5 cannot be written as product of ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അല്ലേ. ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് x² + 4x + 5. ഇതിനെ നമുക്ക് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിട്ട് എഴുതാൻ പറ്റുന്നില്ല. വൈ അതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഓൾറെഡി അറിയാം ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. പോളിനോമിയൽ ഫംഗ്ഷനും ഇക്വേഷനും തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ല. പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ p of x = സംതിങ്, ഇക്വേഷൻ ഈക്വൽ ടു 0. നമുക്ക് ഗിവൺ ആയിട്ട് തന്നിട്ടുള്ളത് പോളിനോമിയൽ ആണ്. ഞാൻ അതിനെ പിടിച്ച് എന്ത് ചെയ്തു, ഇക്വേഷൻ ആക്കി നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ സിമ്പിൾ ആയിട്ട് അരിത്തമാറ്റിക് സീക്വൻസിൽ ക്വാഡ്രാറ്റിക് ഫോർമുല നമുക്ക് ഓൾറെഡി അറിയാം. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി അതിൽ നമ്മൾ പഠിച്ചതാണ്. എന്താണ് b² ഡിസ്ക്രിമിനന്റ്. 3 കേസാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് കേസ് b² - 4ac 0 ആവുകയാണെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിട്ട് നമുക്ക് ഒരു ഡിഗ്രി ഒരു സൊല്യൂഷനേ കിട്ടുള്ളൂ. സംതിങ് √0 ആണെങ്കിൽ ഒരു സൊല്യൂഷനാണ്. b² - 4ac 0 ആണെങ്കിൽ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഈക്വൽ സൊല്യൂഷൻ എന്ന് പറയും. ഓക്കെ, പ്ലസ് ഓർ മൈനസ് ഉള്ള കാരണം ഈക്വൽ സൊല്യൂഷൻ നമുക്ക് പറയാം. റൈറ്റ്. സെക്കൻഡ് പറയുന്നത് നെഗറ്റീവ് ആകുമ്പോൾ നമുക്കറിയാം നെഗറ്റീവ് ആകുമ്പോൾ എന്തുണ്ടായിരിക്കില്ല, ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഷുവർ ആണ് നമുക്കതിനെ ഫസ്റ്റ് ഡിഗ്രി ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. മീൻസ് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാറാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. റൈറ്റ്. പോസിറ്റീവ് ആണെങ്കിൽ ഷുവർ ആണ് എന്താണ് നമുക്ക് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഡിഗ്രി ആയിട്ട് എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ സിംപ്ലി നിങ്ങൾ b² - 4ac നെഗറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ a = 1, b = 4, c = 5. b² - 4ac what? b², 4² - 4 × 1 × 5, 16 - 20. ഓക്കെ, 16 - 20 -4. സോ -4. സോ നെഗറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ b² - 4ac നെഗറ്റീവ് ആയ സ്ഥിതിക്ക് b² - 4ac = നെഗറ്റീവ് ആയ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെ 2 ആക്കി റിട്ടേൺ ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങളുടെ ഭാഷയിൽ എഴുതി വെക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12. ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഡ് ചെയ്യാം. x + a ഈസ് എ ഫാക്ടർ ഓഫ് x³ + a × x² + 2x + a + 4. വാട്ട് ഈസ് ഈ നമ്പർ a? സിമ്പിൾ വൺ ആണ്. x + a ഈസ് എ ഫാക്ടർ ആണ് നമുക്ക് ഓൾറെഡി അറിയാം. ആണെങ്കിൽ x = a ആണ്. സോ p of x നമുക്ക് എന്താണെന്നുള്ളത്, p of x = given x³ പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x³ + a × x² + 2x, a × x² + 2x + a + 4. റൈറ്റ്. അപ്പോൾ നമുക്ക് x + a ഫാക്ടർ ആണെങ്കിൽ x = -a. സോ എക്സിൻ്റെ സ്ഥാനത്ത് -a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -a whole cube plus a × -a² plus 2 × -a plus -a plus സിംപ്ലി പ്ലസ് ചെയ്യണം കേട്ടോ. എക്സിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി p of -a ഇതിൻ്റെ ഫാക്ടർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ 0 ആക്കാം. 0 -a³ എന്ന് പറഞ്ഞാൽ സിംപ്ലി -a³ കേട്ടോ, നമ്പർ ഒന്നല്ല. a × -a² -a³ സോറി നോട്ട് -a³ അല്ലേ. ഒരു സ്റ്റെപ്പ് കൂടി നമുക്ക് എഴുതിയിട്ട് സിംപ്ലിഫൈ ചെയ്യാം. a × -a² എന്ന് പറഞ്ഞാൽ a² കേട്ടോ, അത് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് 2 × -a -2a + a + 4. റൈറ്റ്. 0 -a³ plus a² × a അപ്പം എന്ത് വരും, a³ -2a plus a plus 4. -a³ plus a³ cancel, -2a plus a -2a plus a minus a. 0 = -a plus 4. -a പുറത്തേക്ക് വന്നാൽ പ്ലസ് a = 4. സോ a = 4. a = 4 എത്ര പേർക്ക് കിട്ടി, കമൻറ്റ് ചെയ്യേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. മോഡലാണ് ഒരു വരാൻ മേ ബി ചാൻസ് ഉള്ള ഒരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. p of x = x³ plus a × x² plus bx - 3. p of 1 = 0, p of 2 = 15. ഫൈൻഡ് a and b. അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇതിലെ ഒരു ഡിഫിക്കൽറ്റി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻസ്. അതായത് റൈറ്റ് p of x as the product of
3 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, 3 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ചടപടാച്ചിട്ട് ഒരു ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം പി ഓഫ് 1 0 ആണ്. പി ഓഫ് 1 0 എന്ന് പറയുന്നത് നമ്മളെ തന്ന പോളിനോമിയൽ ഫംഗ്ഷന്റെ ഫാക്ടറാണ്. സോ എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ x1 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ x-1. അപ്പോൾ x-1 ഒരു ഫാക്ടർ ആണെന്ന് ക്ലിയർ ആണ്. ഓക്കെ, x-1 ഒരു ഫാക്ടർ ആണ്. പി ഓഫ് 1 0 ആണെങ്കിൽ x-1 ഫാക്ടർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പിന്നെ ഉള്ളത് ശ്രദ്ധിക്കണം, പി ഓഫ് 2 ഈക്വൽ 15 ആണ്. സോ നിങ്ങൾ തെറ്റിദ്ധരിച്ച് പോകരുത് x-2 ഫാക്ടർ ആണെന്ന്. മീൻസ് പി ഓഫ് 2 ഈക്വൽ 0 അല്ല 15 ആണ്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷൻ ആണ്. നമുക്ക് എഴുതുമ്പോൾ 3 ഫാക്ടർ ആയിട്ട് എഴുതും വേണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിവിഷനും കൂടി നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു തേർഡ് ഡിഗ്രിയിൽ ഇതുപോലെ 2 ഫോം ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് നിങ്ങൾ പി ഓഫ് 1 0യും പി ഓഫ് 2 15 അല്ലേ, അത് കമ്പൈൻ ചെയ്താൽ നിങ്ങൾക്ക് 2 ഇക്വേഷൻസ് കിട്ടും. പി ഓഫ് 1 നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നിങ്ങൾ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ഓഫ് എക്സ് നമുക്ക് ഗിവൺ ആണ്. ആൻസർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. x³ പ്ലസ് a ഇൻറ്റു x² പ്ലസ് bx മൈനസ് 3 ഇതാണ് ഇക്വേഷൻ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പി ഓഫ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പി ഓഫ് 1 0 ആണ് അല്ലേ. പി ഓഫ് 1 ഈക്വൽ ടു 0 ആണെന്ന് നമുക്കറിയാം. പി ഓഫ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? 0 ഈക്വൽ ടു 1³ പ്ലസ് a ഇൻറ്റു 1² പ്ലസ് b ഇൻറ്റു 1 മൈനസ് 3. 0 ഈക്വൽ ടു 1 പ്ലസ് a പ്ലസ് b മൈനസ് 3. 1 മൈനസ് 3 അല്ലേ. 0 ഈക്വൽ ടു പോസിറ്റീവ് 1 മൈനസ് 3 മൈനസ് 2 പ്ലസ് a പ്ലസ് b. മൈനസ് 2 പുറത്ത് വന്നു കഴിഞ്ഞാൽ സിംപ്ലി a പ്ലസ് b ഈക്വൽ ടു 2. ഇക്വേഷൻ നമ്പർ 1. a പ്ലസ് b ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 1. അതുപോലെ പി ഓഫ് 2 15 ആണ്. പി ഓഫ് 2 15 ആണ്, 0 അല്ല കേട്ടോ. പി ഓഫ് 2 ഈക്വൽ ടു 15 ആണ്. പി ഓഫ് 2 എക്സിന് പി ഓഫ് 2 കൊടുത്തു കഴിഞ്ഞാൽ 2³ അല്ല. അപ്പം എന്ത് വരും? 2³ പ്ലസ് a ഇൻറ്റു 2² പ്ലസ് b ഇൻറ്റു 2 മൈനസ് 3 ഈക്വൽ ടു 15. 2³ 8 പ്ലസ് 4a പ്ലസ് 2b മൈനസ് 3 ഈക്വൽ ടു 15. ഇത് സിംപ്ലിഫൈ ചെയ്യുന്നു. സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 4a പ്ലസ് 2b ഈക്വൽ ടു 10. ഓക്കെ, 8 മൈനസ് 3 5 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ്. 5 റൈറ്റ് ഹാൻഡ് സൈഡിൽ പോയാൽ മൈനസ് 5. 15 മൈനസ് 5 10. ഓക്കെ, എല്ലാത്തിലും കോമൺ എന്തുണ്ടാ? 2 ഉണ്ട്. 2 ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ എന്ത് വരും? 2a പ്ലസ് b ഈക്വൽ ടു 10. അല്ലെങ്കിൽ 2 കൊണ്ട് കട്ടാക്കിയാലും മതി കേട്ടോ. കോമൺ ഒന്നും എടുക്കണമെന്നില്ല. എല്ലാത്തിലും കോമൺ 2 പോകുന്നുണ്ടെങ്കിൽ ഒക്കെ ബൈ 2 ചെയ്യാം. ഓക്കെ, ബൈ 2. സോ 4 2 2a 2 ക്യാൻസൽ b ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, 2 ഇക്വേഷൻ കിട്ടി. ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? a കിട്ടും, b കിട്ടും. ഇവിടെ കൊടുക്കാനുള്ള എയും ഇവിടെ കൊടുക്കാനുള്ള ബിയും ഒക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. നമുക്കൊന്ന് സോൾവിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്ത് വരും? ഫസ്റ്റ് a പ്ലസ് ബി ഈക്വൽ ടു 2a പ്ലസ് ബി ഈക്വൽ ടു 5. സിംപ്ലി സോൾവ് ചെയ്യാം അല്ലേ. ബി ക്യാൻസൽഡ് ആവും. മൈനസ് ചെയ്താൽ ബി ക്യാൻസൽ ആവും. a മൈനസ് a 1 മൈനസ് 2 മൈനസ് a ഈക്വൽ 2 മൈനസ് 5 മൈനസ് 3. സോ a ഈക്വൽ ടു 3. ഓക്കെ, a ഈക്വൽ ടു 3. a ഈക്വൽ ടു 3 കിട്ടി കഴിഞ്ഞാൽ a പ്ലസ് ബി ഈക്വൽ ടു a പ്ലസ് ബി ഈക്വൽ ടു a 3 കിട്ടി കഴിഞ്ഞാൽ ബിക്ക് എന്ത് കൊടുത്താലാണ്? പ്ലസ് മൈനസ് 1 ഈക്വൽ ടു അല്ലേ. നിങ്ങൾ ഐഡിയൽ സിംപ്ലിഫൈ ചെയ്യുക. സോ b ഈക്വൽ ടു മൈനസ് 1. b ഈക്വൽ ടു മൈനസ് 1. സോ a 3യും b മൈനസ് 1ഉം കിട്ടിയില്ലടാ. ഓക്കെ, സോ കിട്ടിക്കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ഓഫ് എക്സ് ഈക്വൽ ടു x³ പ്ലസ് 3x² പ്ലസ് വാട്ട് ഈസ് b? മൈനസ് 1. സോ മൈനസ് x മൈനസ് 3. ഇതാണ് നമ്മുടെ ഗിവൺ പി ഓഫ് എക്സ്. x³ പ്ലസ് 3x² മൈനസ് x മൈനസ് 3. ഇതാണ് നമ്മുടെ പി ഓഫ് എക്സ്. ക്വസ്റ്റ്യൻ ഇനി എന്താണ്? പി ഓഫ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ ദെൻ ഫൈൻഡ് എയും ബിയും കണ്ടുപിടിച്ചു. റൈറ്റ് പി ഓഫ് എക്സ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 3 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. അതാണ് ഇമ്പോർട്ടൻറ്റ്. അതാണ് ഇതിൽ നമുക്ക് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് ആകെ ഒരു ഫാക്ടറാണ് നമുക്ക് അറിയുള്ളൂ. ഏത് ഫാക്ടറാണ്? എക്സ് മൈനസ് 1. ഇത് 3rd ഡിഗ്രിയാണ്. അതുകൊണ്ട് 3 ഫാക്ടർ ഉണ്ടായിരിക്കും. ഒരു ഫാക്ടറാണ് നമുക്ക് അറിയുള്ളൂ, എക്സ് മൈനസ് 1. x ഈക്വൽ ടു 1 0 ആയ സ്ഥിതിക്ക് x ഈക്വൽ ടു 0 ആയ മീൻസ് പി ഓഫ് 1 0 ആയ സ്ഥിതിക്ക് എക്സ് മൈനസ് 1 ഫാക്ടർ ആണെന്നറിയാം. അപ്പോൾ എക്സ് മൈനസ് 1 കൊണ്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളവിടെ ഒരെണ്ണം കണ്ടുപിടിച്ചു. നമ്മളിവിടെ 2 കണ്ടുപിടിക്കാൻ പോവാണ്. സോ ഡിവിഷൻ ഒന്നും കൂടി ശ്രദ്ധിക്കാൻ അറിയാത്തവർ x³ പ്ലസ്
3x square minus x minus 3. നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? x minus 1 ഡിവൈഡ് ചെയ്യാം, കാരണം ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ x ക്യൂബ് വരണമെങ്കിൽ ഇവിടെ ഷുവറാണ് x സ്ക്വയർ വേണം. സോ x സ്ക്വയർ ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ്, എക്സ് ക്യൂബ്, എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ കിട്ടി. ഓക്കെ ശരി, എക്സ് ക്യൂബ് ക്യാൻസൽഡ് മൈനസ് ചെയ്യുമ്പോൾ അപ്പോൾ 3x സ്ക്വയർ എന്ന് എക്സ് സ്ക്വയർ മൈനസ് ചെയ്താൽ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, 3x സ്ക്വയർ മൈനസ് മൈനസ് എക്സ് സ്ക്വയർ എപ്പോഴും തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ഡിവൈഡ് ചെയ്യുമ്പോൾ 3x സ്ക്വയർ മൈനസ് മൈനസ്, സോ മൈനസ് മൈനസ് പ്ലസ് ആവും, ടോട്ടലി 4x സ്ക്വയർ റൈറ്റ്. ഇനി 4x സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 3 ഉണ്ട്. ഇനി ഇവിടെ 4x സ്ക്വയർ വരണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കണം? ഇവിടെ എക്സ് ഉണ്ട്, അപ്പോൾ ഒരു പ്ലസ് 4x ആണ് കൊടുത്താൽ മതി. അപ്പോൾ 4x ഇൻറ്റു എക്സ്, നമുക്ക് ഇവിടെ മാത്രം എലിമിനേഷൻ നോക്കിയാൽ മതി. 4x സ്ക്വയർ, 4x ഇൻറ്റു മൈനസ് 1 മൈനസ് 4x ശരി, ഡിവൈഡ് ചെയ്യുന്നു. അഗൈൻ 4x സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ലെസ് ആവും, -4 -5x. സോ നമുക്ക് എത്ര വരും? -4x മൈനസ് ഒക്കെ തെറ്റിക്കും, ചാൻസ് ഉണ്ട് കേട്ടോ. മൈനസ് പ്ലസ് 4x. സോ നമുക്ക് എന്ത് കിട്ടും? പ്ലസ് 4x -1 പ്ലസ് 4 3x റൈറ്റ്. താഴെ നമുക്ക് എന്തുണ്ട്? -3 ഉണ്ട് താഴെ. ഇനി നമുക്ക് ഇനി ആഡ് ചെയ്യണമെങ്കിൽ 3x വരണമെങ്കിൽ ഇവിടെ x ഉണ്ട്, സോ പ്ലസ് 3 ആഡ് ചെയ്യും. അപ്പോൾ 3 ഇൻറ്റു എക്സ് 3x, 3 ഇൻറ്റു -3 റിമൈൻഡർ 0 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ. സോ നമ്മളെ ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 3 ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 3. ഈ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 3ന് റിമൈൻഡർ 0 ആയപ്പോൾ നമുക്ക് കിട്ടി അല്ലെ. ഫാക്ടറൈസ് ചെയ്യാൻ എന്ത് ചെയ്യാം? 1 ഇൻറ്റു 3 1 പ്ലസ് 3 4. സോ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 3. ഓക്കെ, ഇങ്ങനെ ഫാക്ടർ ആക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്യുക. ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്താൽ ഇതിൻ്റെ കിട്ടുക x = -1 x = -3 ആണ്. ക്വാഡ്രാറ്റിക് ഫോർമുല അല്ലേ, ഇതിനെ ഈക്വൽ ടു 0 ആക്കിയിട്ട് ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്താലും മതി. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ x -1 x -3 കിട്ടും. -1 പുറത്ത് വന്നാൽ +1, -3 പുറത്ത് വന്നാൽ +3, x + 1 × x + 3. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 3 ഫാക്ടർ കിട്ടി. ഒന്ന് x + 1 x + 3. നേരത്തെ നമുക്കൊന്ന് കിട്ടിയിരുന്നു, അതാണ് ഇത് x -1. ടോട്ടലി 3 എണ്ണം, x -1 x + 1 x + 3. ഓക്കെ, ഈ പ്രോബ്ലം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. അപ്പോൾ ആൻസർ കിട്ടിയവരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, വളരെ സന്തോഷം. നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, p of x = 4 × x² - 1 × x + 2. ഓക്കെ, ഇവിടെ 4x² - 1 × x + 2. റൈറ്റ് p of x as the product of first degree factor. ഓക്കെ, ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ എഴുതണം. അപ്പോൾ ഓൾറെഡി സെക്കൻഡ് ഡിഗ്രി ആണ്, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തേർഡ് ഡിഗ്രിയും കൂടി ആവുന്നുണ്ട്. നോക്കാം. Write p of x in terms of third degree polynomial. Write p of x in terms of third degree polynomial. Third degree polynomial എഴുതാനൊന്നും പാടില്ല, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ p of x നമുക്ക് 4x² - 1 × x + 2. ശരി, ഇവിടെ നമുക്ക് ഇതിപ്പോൾ സെക്കൻഡ് ഡിഗ്രിയിലാണ് അല്ലേ. ഇത് അഗൈൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തേർഡ് ഡിഗ്രി ആവും. അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തേർഡ് ഡിഗ്രിയിൽ എഴുതാന്നുള്ളത്. ഇത് നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാലോ. a മീൻസ് 4ന് നമുക്ക് 2 × 2 2 ഇങ്ങനെ എഴുതിക്കൂടെ. ab² എന്ന് പറഞ്ഞാൽ a² × b² ആണ്. ab² എന്ന് പറഞ്ഞാൽ a² × b², 2² 4 x². റൈറ്റ്, -1ന് 1² എന്ന് എഴുതിക്കൂടെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ബോക്സിനാക്കി, പിന്നെ നമ്മളുള്ള x + 2. ഓക്കെ, അപ്പോൾ ഈ 4x² - 1നെ നമ്മളിങ്ങനെ എഴുതിക്കണേ. ഇതിപ്പോൾ a² - b² ആയി. a² - b² എന്ന് പറഞ്ഞാൽ a + b × b. അപ്പോൾ ഇവിടെ a ഇതാണ്, ഇവിടെ b എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ a + b × a - b 2x + 1 × 2x + 1 × 2x - 1 again x + 2. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ഡിഗ്രിനെ ഫസ്റ്റ് ഡിഗ്രി ആയിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി സെക്കൻഡ് വൺ എന്താണ്? സെക്കൻഡ് വൺ ഇതിനെ തേർഡ് ഡിഗ്രിയിലേക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ് തേർഡ് ഡിഗ്രിയിലേക്ക് കമ്പൈൻ ചെയ്യാൻ. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ബ്രാക്കറ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് തന്ന p of x ഗിവൺ എന്താണ്? 4x² - 1 x + 2. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × x² എന്ന് പറഞ്ഞാൽ 4 × x², 4 × x3, 4x² + 2 plus 8x², -1 × x, -x, -2 + 2, -2, simple one. 4x³ plus 8x² -x, -2. So third degree ആയി. Okay, so നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ, 15th ക്വസ്റ്റ്യൻ. ഫൈനൽ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു പാറ്റേൺ നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാവുന്നുള്ളൂ. വാട്ട് ഈസ് ദി റിമൈൻഡർ ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് 4 × x³ + 6x² - x + 2 by x + 2?
ഓക്കെ, നിങ്ങൾക്കറിയാം x+2 ആകുമ്പോൾ എക്സിന് -2 p of x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യലാണ്. സോ പെട്ടെന്ന് ആൻസർ ചെയ്യുക, പെട്ടെന്ന് ആൻസർ കമൻറ്റ് ചെയ്യുക. p of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4x³ + 6x² - x + 2. സോ p of -2 കാണണ്ട, പെട്ടെന്ന് നിങ്ങൾ കാണും. p of -2 നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട്. ഈ പാറ്റേൺ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഓക്കെ. എല്ലാവരും നന്നായി വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് ഒരുപാട് ടോപ്പിക് ഇതിന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, പോളിനോമിയലിൻ്റെ മുന്നത്തെ പാർട്ടുകൾ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മുന്നത്തെ പാർട്ടുകൾ കാണാം. അതിനുശേഷം എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. വളരെ സെക്യൂർഡ് ആക്കുക, ചാപ്റ്റർ സെക്യൂർഡ് ആക്കുക. പോളിനോമിയലിൽ നിന്ന് ഒരു മാർക്കും പോകാതെ മുഴുവൻ മാർക്കും വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് എങ്കിലും നിങ്ങൾക്ക് ചെയ്താൽ ഷുവറാണ്, ഞാൻ ഗ്യാരണ്ടി പറയുന്നു. ഫുൾ ക്വസ്റ്റ്യൻസും വരുന്ന സ്റ്റേറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റിസൾട്ട് ഫോം ചെയ്തെന്ന് അറിയാം. -4 ആണ് കിട്ടിയിട്ടുണ്ടാവുക. -4 ഞാൻ വർക്കൗട്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. -4. സോ റിമൈൻഡർ -4 ആണ് കിട്ടുക. നമുക്കറിയാം റിമൈൻഡർ -4 ആണെങ്കിൽ നമുക്ക് ഇത് ഫാക്ടർ ആവണമെങ്കിൽ x+2 ഫാക്ടർ ആണെങ്കിൽ നമുക്കറിയാം +4 ആണ് ആഡ് ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുണ്ടായിരിക്കും. സോ റിമൈൻഡർ ആണ് നമുക്ക് കിട്ടുന്നത് -4. റിമൈൻഡർ ഈസ് -4. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. വീഡിയോസ് കൂടുതൽ കാണാൻ വേണ്ടി പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസൊക്കെ കിട്ടും. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ല, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.